ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന ടോപ്പിക് ഗൂഗിളിൻ്റെ ജെമിനിയെ സംബന്ധിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ChatGPT എന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ മനസ്സിലാക്കി. ChatGPTയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോമ്പറ്റീറ്ററാണ് ഗൂഗിളിൻ്റെ ജെമിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. 2023 കാലഘട്ടത്തിൽ ഗൂഗിള് ChatGPT ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കോമ്പറ്റീറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിരുന്നു. ബാർഡ് എന്നാണ് പറയുക. ബാർഡിനെ റീബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു AI ടൂള് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പുതിയ ഒരു ടൂള് റീബ്രാൻഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ChatGPTയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസിനെ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ChatGPTയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്നുള്ളത് റിയൽ ടൈം ഡാറ്റ കിട്ടില്ല എന്നുള്ളതാണ്. 2021 വരെ ChatGPT കൊടുത്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് ChatGPT നമുക്ക് ആൻസർ ചെയ്യുന്നത്. ഇന്നത്തെ ഡാറ്റയെക്കുറിച്ച് ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT ഒട്ടും അറിയാത്ത രീതിയിലാണ് പ്രതികരിക്കുക. എന്നാൽ ഗൂഗിളിൻ്റെ ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് റിയൽ ടൈം ഡാറ്റയുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്, അനലിറ്റിക്കൽ സ്കില്ലോടുകൂടി ChatGPTയുടെ എല്ലാ പോരായ്മകളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പുതിയ ഒരു കണ്ടുപിടുത്തമാണ് ജെമിനിയുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജെമിനി ഓപ്പറേറ്റ് ചെയ്യണത്, എന്തൊക്കെയാണ് ജെമിനിക്കകത്ത് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജെമിനി എന്ന് ഗൂഗിൾ അടിക്കുന്നു. ഓക്കെ, ജെമിനി അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ജെമിനി ചാറ്റ് ടു സൂപ്പർ ചാറ്റ് യുവർ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു സൈറ്റിനകത്താണ് നമുക്ക് പ്രോംപ്റ്റ്സുകളും നമുക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത്. ChatGPTയുടെ ഓപ്പൺ AI എന്ന ഒരു ഇൻ്റർഫേസ് പോലെ ജെമിനിയുടെ ഇൻ്റർഫേസും ഏറെക്കുറെ തുല്യമാണ്. ഇടതുഭാഗത്ത് കുറച്ച് ചാറ്റിംഗ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആസ് യൂഷ്വൽ ChatGPT പോലെ തന്നെ ഇവിടെ ഒരു ഫ്രീ വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇടതുഭാഗത്ത് നമ്മുടെ ചാറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സെയിം ലൈക്ക് ChatGPT പോലെ ഇവിടെ കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് പ്രോംപ്റ്റ്സുകളുണ്ട്. നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ്സ് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ChatGPTയോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഇവിടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് ആൻസർ തരും. ഞാൻ ഉദാഹരണമായിട്ട് വാട്ട് ഈസ് ChatGPT എന്ന് തന്നെ ചോദിക്കാം. എന്താണ് ChatGPT എന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്ററാണ്. സോ ChatGPTയെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തരുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ വാട്ട് ഈസ് ജെമിനി, ഓക്കെ, ജെമിനി എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. അപ്പം ജെമിനിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരും. നമുക്ക് നേരത്തെ AIയുടെ ChatGPTയിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാം കൃത്യമായ ഡാറ്റ ഇവിടെ തരും. നമുക്ക് ഇപ്പോഴത്തെ ടൈം നോക്കാം. വാട്ട്സ് ടൈം നൗ. ഓക്കെ, ഇപ്പോഴത്തെ ടൈം ഇതിനെക്കുറിച്ച് അറിയോ എന്നുള്ളത് നോക്കാം. നേരെ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ടൈമിനെ കുറിച്ചൊന്നും അവർക്കറിയത്തില്ല. ഇന്നത്തെ കൃത്യമായ ഡേറ്റും ടൈമും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിബിൾ ആയിട്ടുണ്ട്. ഇനി നേരത്തെ കൊടുത്ത പോലെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യും. റൈറ്റ് ആൻ ഇമെയിൽ. ഓക്കെ, റൈറ്റ് an email. I am not well today. വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രാമറോ ഒരു കാര്യങ്ങളോ ഇല്ലാത്തൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി ഇതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു അനലിറ്റിക്കൽ സ്കില്ലുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്. ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് ജെമിനി. സോ ഞാൻ നോക്കി ഒട്ടും ഗ്രാമർ അല്ലാത്ത രീതിയിൽ സാധാരണ ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ചോദിക്കും റൈറ്റ് ആൻ ഇമെയിൽ ഐ ആം നോട്ട് വെൽ ടുഡേ. സ്പെല്ലിംഗ് പോലും തെറ്റാണ്, എന്നാലും ഇത് കൃത്യമായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഒരു തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അറബിയിലാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ടു അറബിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരും. ഇനി ട്രാൻസ്ലേറ്റ് ടു ചൈനീസ് ഒരു ശ്രമമാണ് നോക്കുന്നത്. ചൈനീസിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയ ശ്രമമാണ് നടത്തുന്നത്. ഓ വെരി നൈസ്. നോക്കൂ, ചൈനീസിലേക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഗൂഗിൾ സെർച്ചുകൾ എവിടെയാണോ നമ്മൾ പോവേണ്ടത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ ChatGPTയിൽ ഉപയോഗിക്കാൻ വന്നാൽ നമുക്ക് എന്ത് ഡൗട്ടുകളാണോ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇതെല്ലാം ഇത്തരം ടൂളുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ഡ്രസ്സ് സജസ്റ്റ് ചെയ്യാനും
നമ്മുടെ രോഗങ്ങളെ നിർണ്ണയിക്കാനും എല്ലാം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഏത് മേഖലയിൽ ഒരു എക്സ്പേർട്ടിനോടാണോ നമ്മൾ സംസാരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഈ ഒരു ടൂൾസുകളൊക്കെ നിങ്ങൾക്ക് തരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ്. ഈ ഒരു ആപ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക്